വളരെ ചുരുക്കിയിട്ടുണ്ട്. കാരണം ഇത് വഴതുന്നതൊക്കെ സമയം വെച്ച് ഒരു 43 മിനിറ്റോളം ഈ കറിക്ക് എടുക്കും. അപ്പം നമ്മൾ ശ്രദ്ധിച്ചറിയാം, നല്ലപോലെ വഴന്നു. നമ്മൾ കറിവേപ്പില അതിലേക്ക് ഇട്ടുകൊടുത്തു. പച്ചമുളക് ഏകദേശം നല്ലപോലെ വഴന്നു. നമ്മൾ ഇനിയും വറുത്തി വെച്ചേക്കുന്ന കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ അതിലേക്ക് ഇടുകയാണ്. ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് അത് വീണ്ടും നമ്മളൊന്ന് ഇളക്കി അതിൻ്റെ അകത്തേക്ക് ഈ അരപ്പ് ചേർക്കും. അപ്പം നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ ഗ്രാമീണ ശൈലിയിൽ 2 രീതിയിലാണ് കറി വെക്കുന്നത്. ഒന്ന് കൂടുതൽ വെള്ളം ചേർക്കും, ഒന്ന് കുറച്ച് വെള്ളം ചേർക്കും. അപ്പം നമുക്ക് കുറുമ പരുവത്തിന് ഏകദേശം ചെറിയ കുറുമ പരുവോടെ തോന്നിക്കണമെങ്കിൽ അധികം വെള്ളം ചേർക്കാതിരിക്കുന്നതല്ല. പ്രത്യേകിച്ച് കുമ്പളങ്ങ കറിയൊക്കെ അധികം വെള്ളം ചേർത്താൽ അതിൻ്റെ രുചിയിൽ ഒത്തിരി കുറവ് സംഭവിക്കും. അപ്പം അധികം വെള്ളമില്ലാതെ ഇളക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും. അപ്പം ഈ കുമ്പളങ്ങ നമ്മൾ പറയുമ്പോൾ സാധാരണ രീതിയിൽ പറഞ്ഞാൽ ഇത് മോരുകറിക്കകത്തൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത് ഉപയോഗിക്കുന്ന ഗ്രാമീണ പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്കറിയാം എത്ര വ്യത്യസ്തമായ കറികൾക്ക് ഈ കുമ്പളങ്ങ ഉപയോഗിക്കാൻ പറ്റും.